നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട ലോകവാർത്തകൾ. 2 വർഷമായി ഗസയിൽ നടക്കുന്ന വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് ഇത് ഖേദകരമെന്ന് ഖത്തർ അമീർ. മധ്യസ്ഥത വഹിച്ച ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭരണകൂട ഭീകരതയാണ്. എല്ലാ വെല്ലുവിളികളും അതിജീവിച്ച് രാജ്യം മുൻപോട്ട് പോകുമെന്നും ഷൂറ കൌൺസിൽ വാർഷിക യോഗത്തിൽ അമീർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം പുനരാരംഭിച്ച് കേന്ദ്ര സർക്കാർ. 4 വർഷത്തിനു ശേഷമാണ് കേന്ദ്ര സർക്കാർ നടപടി. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രവർത്തനം പുനരാരംഭിക്കാൻ ധാരണയായത്. ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സനെ തകായിച്ചിയെ തിരഞ്ഞെടുത്തു. മുൻ സാമ്പത്തിക സുരക്ഷാ മന്ത്രിയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ തകായിച്ചി. 465 അംഗ ചേംബറിൽ 237 വോട്ടുകളാണ് തകായിച്ചിക്ക് ലഭിച്ചത്. ജപ്പാന്റെ 104ാമത് പ്രധാനമന്ത്രിയാണ് തകായിച്ചി. പാകിസ്ഥാനിലെ ഭീകരാക്രമണത്തിൽ 5 പാക് സൈനികർ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്ക്. ഗ്യാസ് പൈപ്പ് ലൈൻ കമ്പനിയിലെ ജീവനക്കാരെ ആക്രമിക്കാനായിരുന്നു ശ്രമം. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഭീകരരാണ് ആക്രമണം നടത്തിയത്. 8 ഭീകരരെ വധിച്ചെന്ന് പാക് സൈന്യം. ചൈനയ്ക്കെതിരെ വീണ്ടും ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര കരാറിന് തയ്യാറായില്ലെങ്കിൽ 155% താരിഫ് ചുമത്തും. പ്രതികരണം വൈറ്റ് ഹൌസിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായുള്ള ചർച്ചയ്ക്കിടെ തന്റെ രൂക്ഷ വിമർശകനായ നയതന്ത്ര ഉദ്യോഗസ്ഥന് നേരെ പൊട്ടിത്തെറിച്ച് ഡൊണാൾഡ് ട്രംപ്. ഓസ്ട്രേലിയൻ അംബാസിഡറും മുൻ മന്ത്രിയുമായ കെവിൻ റാഡിനെതിരെയാണ് ട്രംപിന്റെ ആക്രോശം. മുൻപ് റാഡ് ഉയർത്തിയ വിമർശനങ്ങളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് അയാൾ ഇപ്പോൾ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാമെന്ന വാഗ്ദാനം നിരസിച്ച് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന ട്രംപിന്റെ വാദത്തെയും അദ്ദേഹം തള്ളി. ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന പരാമർശത്തിൽ ട്രംപ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് ഖമേനി തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസ്താവന നടത്തി. ഗൂഢാലോചന കേസിൽ മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളസ് സർക്കോസിക്ക് 5 വർഷത്തെ തടവ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലിബിയൻ ഭരണാധികാരിയായി ഇരുന്ന മുഅമ്മർ ഗദ്ദാഫിയുടെ പണം ഉപയോഗിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. 2007 മുതൽ 2012 വരെ പ്രസിഡന്റായിരുന്ന സർക്കോസി തന്റെ ജയിൽ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയിരുന്നുവെങ്കിലും തള്ളുകയായിരുന്നു. റിക്രൂട്ട്മെന്റ് മേഖലയിൽ നിയമലംഘനം നടത്തിയ 37 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച് സൗദി അറേബ്യ. പുറത്തുവന്നത് കഴിഞ്ഞ 3 മാസത്തെ കണക്കുകൾ. പരിശോധന മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ. ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മസ്കത്ത് ഇന്ത്യൻ എംബസി. കുടുങ്ങിക്കിടക്കുന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള 11 തൊഴിലാളികളെ ഉടൻ മോചിപ്പിക്കണമെന്ന ആവശ്യം. റിക്രൂട്ട്മെന്റ് ഏജൻസി കബളിപ്പിച്ചെന്നും പരാതി. ന്യൂസ് ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. നൈറ്റ് റിപ്പോർട്ടിൽ വർഷ ചേരും.